ആര്യ, കൊല്ലമാണ് സ്വദേശം. ഞാൻ BFSC പനങ്ങാട് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ്. ഞാൻ മത്സ്യഫീൽഡിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ഞങ്ങൾ ഈ സൊസൈറ്റി 12 വർഷം. നമ്മൾ ഈ സൊസൈറ്റികളിലൊക്കെ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും സാർ പറഞ്ഞ പോലെ സാറിന് അത് നമ്മൾ ഞങ്ങളിതൊക്കെ നമുക്ക് അതിനെപ്പറ്റി ഒരു ബോധ്യം ഇല്ലാന്ന് തോന്നിയിട്ടാവാം സാർ അത്ര ഇതായിട്ട് നമുക്ക് ക്ലാസ് തരണം എന്നുള്ള ഇതിൽ നിന്നത്. പല കാര്യങ്ങളും നമുക്ക് സൊസൈറ്റിയിൽ ചെല്ലുമ്പോൾ ഇതിങ്ങനെയാണോ എന്നുള്ള സംശയം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയുള്ള ഇതിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു ഈ 3 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കൊണ്ട്. ഇത് ഷിൻസിന്നാണ്. എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം വള്ളിക്കാവാണ്. ഞാനിപ്പോൾ 12 വർഷമായിട്ട് അരൂരാണ് താമസിക്കുന്നത്. അരൂര് ഞാൻ ഫിഷറീസ് ടെക്നോളജിയാണ് പഠിച്ചത്. ഞാൻ മത്സ്യഫീൽഡിൽ തന്നെ 10 വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആര്യ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് PSC എക്സാമിന് ഈ സെക്ഷൻ്റെ ഒരു ഭാഗം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമുക്ക് പഠിക്കാനേ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾക്കൊന്നും അതിനെക്കുറിച്ച് അറിയില്ല. നമ്മൾ മത്സ്യത്തൊഴിലാളികൾ ഇടപെടാനും സംഘമായിട്ട് മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് പറ്റും. പക്ഷേ ഇതിൻ്റെ നിയമവശങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവും ഇല്ലായിരുന്നു. അപ്പം ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നലെ സാർ ഞങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് KSR ഒക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ടെസ്റ്റ് ഒന്നും ഇല്ല. അപ്പം സാറിനോട് റിക്വസ്റ്റ് ഉണ്ട്. അതിപ്പം മറ്റ് ഫിഷറീസിലൊക്കെ ടെസ്റ്റ് നടത്തുന്ന പോലെ മത്സ്യബന്ധനത്തിൽ കൂടെ അത് വന്നാൽ നമുക്ക് കുറച്ചും കൂടെ അത് പഠിച്ചെടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റും. കോഴിക്കോടിലാണ് വരുന്നത്. ഞാൻ BFSC കുഫോസ് പഠിച്ചതാണ്. ഞാൻ കോഴിക്കോട് എന്ന പ്രൊജക്റ്റിൽ ഫിഷറീസിലായിരുന്നു. അപ്പം ഇനിയുള്ള 2 വർഷം പ്രൊജക്റ്റിലും ഞാൻ 2017 1 വർഷം മറൈനിൽ ജുവനൈൽ ഡാറ്റയുടെ സ്റ്റഡിയിലായിരുന്നു. അപ്പം ഈ കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ്സിലൂടെ മത്സ്യഫീൽഡിലെ ഇനിയുള്ള സർവീസും എല്ലാം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നു. നമസ്കാരം സാർ, എൻ്റെ പേര് അക്ഷയ വിജയൻ. എറണാകുളത്ത് കാക്കനാടാണ് സ്വദേശം. ബാച്ചുലർ ഓഫ് ഫിഷറി സയൻസ് ആണ് പഠിച്ചത് കുഫോസിൽ. അതിനുശേഷം മാസ്റ്റേഴ്സ് ഇൻ ഫിഷറി സയൻസ് ഹോസ്റ്റലിൽ. കറൻ്റ്ലി PhD രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് സിനോഫാറിൽ. റിസർച്ച് ആക്ടിവിറ്റി ആയിരുന്നു. പിന്നെ എന്താ സബ്ജക്റ്റിൽ ഗ്രാഹ്യം കുറച്ചുണ്ടെങ്കിൽ പോലും ഇത്തരത്തിൽ മത്സ്യഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവുകൾ കുറച്ച് കുറവാണ്. ഇപ്പോൾ പുതിയതാണ്, ന്യൂ ആണ്. അപ്പം അത്തരത്തിലൊരു പുതിയ കാര്യം പഠിക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടി 3 ദിവസത്തെ ട്രെയിനിങ്ങിനെ നോക്കിക്കാണുന്നു. താങ്ക് യു സാർ. സാർ, എൻ്റെ പേര് ഷാലുമോൾ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് വരുന്നത്. ഞാൻ BFSC കുഫോസിലാണ് ചെയ്തത്. PG ഞാൻ സ്പെഷ്യലൈസ് ചെയ്തത് ഫിഷറീസ് എക്സ്റ്റൻഷനാണ്. CIFലാണ് ചെയ്തത് മുംബൈയിൽ. പിന്നെ ഇപ്പോൾ വീണ്ടും PhD കുഫോസിൽ ചെയ്യുന്നു. പിന്നെ ഞാൻ 2 വർഷത്തോളം കുഫോസിൽ ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ സബ്ജക്റ്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊരു ഫീൽഡ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ താല്പര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വഴി കുറച്ചും കൂടി ഇപ്പം ഞങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ അതൊക്കെ പഠിക്കുന്നതാണ്. അപ്പം ഈ ടോപ്പിക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ കുറച്ചും കൂടി സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് വൈദേഹി. എൻ്റെ സ്വദേശി കോഴിക്കോടാണ്. ഞാൻ പഠിച്ചതെല്ലാം കോഴിക്കോട് തന്നെയാണ്. PG MSc സുവോളജിയാണ് ചെയ്തത്. സെൻറ് ജോസഫ് ദേവഗിരിയിലായിരുന്നു ഞാൻ പഠിച്ചത്. 2017 ഞാൻ PG കഴിഞ്ഞത്. 18 മത്സ്യഫീൽഡിൽ തന്നെ കയറി. 6 വർഷം മത്സ്യഫീൽഡിൽ വർക്ക് ചെയ്തു. ഇപ്പം വീണ്ടും മത്സ്യഫീൽഡിലൂടെ തന്നെ വന്നു. ഈ 6 വർഷം വർക്ക് ചെയ്തെങ്കിൽ കൂടെ ആക്ച്വലി സർവീസ് റൂൾസിനെ കുറിച്ചൊന്നും വലിയ ധാരണ ഇല്ല. ഈ MOP പോലുള്ള കാര്യങ്ങളിൽ നിന്ന് എഴുതാനും ഇതെല്ലാം കുറച്ച് പ്രയാസമില്ലായിരുന്നു. സാർ നേരത്തെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള ഒരു ബേസിക് ട്രെയിനിങ് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എപ്പോഴും സർവീസ് റൂൾസിന് ഈ കോപ്പറേറ്റീവ് റൂൾസിനെ കുറിച്ചെല്ലാം ഇടയ്ക്കെല്ലാം ഒരു ടോപ്പ് സൈഡിലെല്ലാം ചില ട്രെയിനിങ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷേ സർവീസ് റൂൾസിനെ കുറിച്ചോ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ട്രെയിനിങ് ഒന്നും കിട്ടില്ല. അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാമിൽ ഈ ഒരു ഷെഡ്യൂൾ വായിച്ചപ്പോൾ തന്നെ ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ട് തോന്നിയ ഒരു സാധനം ഈ MOP KCS ആക്സിനെ കുറിച്ച് പറയുന്നത്, സർവീസ് റൂൾസിനെ കുറിച്ച് പറയുന്നത് തന്നെയാണ്. അപ്പോൾ ഈ 3 ദിവസം കൊണ്ടുള്ള ഒരു ട്രെയിനിങ് കൊണ്ട് ഈ പറയുന്ന സബ്ജക്ട്സിൽ നമുക്ക് എന്തായാലും ഒരു ബേസിക് നോളജ് നേടിയെടുക്കാൻ സാധിക്കും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ പഠിച്ചത് MSc ഇൻഡസ്ട്രിയൽ ഫിഷറീസ് കുസാറ്റിലാണ്. ഞാനൊരു 13 വർഷം മാൽഡീവ്സിലായിരുന്നു. ഫിഷിംഗ് പ്രോസസ്സിങ്ങിൽ ഒരു ഹെഡ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു.
ഇപ്പം ഞാനൊരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. അപ്പം അതിനോടൊപ്പം തന്നെ ഇത് സയന്റിഫിക് ആയിട്ട് ഈ റൂൾസും ഇതെല്ലാം പഠിച്ച് അതിൻ്റെതായ എല്ലാ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ട്രെയിനിങ് കേസ്. സർ, എൻ്റെ പേര് ദർശന. എൻ്റെ സ്വദേശം കരുനാഗപ്പള്ളി, കൊല്ലം. ഞാൻ BFSC കുഫോസിൽ നിന്നാണ് പഠിച്ചത്. ഒരു 3 വർഷം സാഗർ മിത്രയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം സഹകരണ മേഖലയിലെ നിയമവശങ്ങളും സർവീസ് റൂളും ഒക്കെ അതിൻ്റെ അറിയാനായിട്ട് നല്ല ആകാംക്ഷയുണ്ട്. എൻ്റെ പേര് ഷാഹിന. ഞാൻ മലപ്പുറത്തു നിന്ന് വരുന്നു. BFSC കുഫോസ് കഴിയുന്നതാണ്. 3 വർഷം ഞാൻ സാഗർ മിത്രയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഇത് ഇനിയുള്ള നമ്മുടെ സർവീസിന് ഇവിടുത്തെ ട്രെയിനിങ്ങും കാര്യങ്ങളും വളരെ ഉപകാരപ്രദമാവുമെന്ന്. സർ, എൻ്റെ പേര് ആഗ്നസ്. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ബികോം കോർപ്പറേഷനാണ് പഠിച്ചത്. അതെ, ഞാൻ ഫിഷർമാൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 11 വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ മത്സ്യഫെഡ് ആലപ്പുഴ ഓഫീസിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട്. നമസ്കാരം, എൻ്റെ പേര് വർഷ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഇപ്പോൾ 4 മാസമായിട്ട് മത്സ്യഫെഡിൽ, തൃശ്ശൂർ കൊടുങ്ങല്ലൂർ മതിലകം, 4 മാസമായി മത്സ്യഫെഡിൽ ജോയിൻ ചെയ്തിട്ട് ജൂനിയർ അസിസ്റ്റൻ്റായിട്ട്. ബികോം HDC ആയിരുന്നു. ഞങ്ങൾക്ക് ആദ്യമായിട്ട് കിട്ടുന്നൊരു ട്രെയിനിങ് ആണ്. നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കുറച്ചും കൂടെ അറിയാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. എൻ്റെ പേര് വിജിത്ത്. ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. ജൂനിയർ അസിസ്റ്റൻ്റ് ആയിട്ട് മത്സ്യഫെഡിൽ വർക്ക് ചെയ്യും. ഇതിനു മുമ്പ് ഒരു 9 വർഷം KSRTCയിലായിരുന്നു കണ്ടക്ടറായിട്ട്. അത് കഴിഞ്ഞ് ഹൗസ് ഫെഡിൽ ഒരു 6 മാസം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മത്സ്യഫെഡിലേക്ക് വർക്ക് ചെയ്തത്. ഹൗസ് ഫെഡ് എറണാകുളത്ത്. ട്രെയിനിങ്ങൾ പല സ്ഥലത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സർവീസ് മാറ്റേഴ്സായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് ട്രെയിനിങ് കിട്ടുന്നത്. പിന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റികളായിട്ട് ബന്ധപ്പെട്ട് ഹൗസ് ഫെഡിലുള്ളതിനെ കൊണ്ട് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ ഇതൊക്കെ കുറച്ചൊക്കെ അറിയാം. എന്നാലും ഏത് ട്രെയിനിങ്ങും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു. സർ, എൻ്റെ പേര് കിരൺ. ആലപ്പുഴ കായംകുളത്ത് വരുന്നു. ബികോം കോർപ്പറേഷനായിരുന്നു കഴിഞ്ഞത്. ഇപ്പം 3 മാസമായി മത്സ്യഫെഡിൽ ഹെഡ് ഓഫീസറാണ് വർക്ക് ചെയ്യുന്നത്, ജൂനിയർ അസിസ്റ്റൻ്റായിട്ട്. അപ്പം ഈ ട്രെയിനിങ്ങിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ICMനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഇന്ന് വന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ നിന്ന് ഒരു കൂടുതൽ കാര്യങ്ങൾ പഠിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് തരുൺ. കണ്ണൂരിൽ നിന്ന് വരുന്നു. ബികോം കോർപ്പറേഷനാണ് പഠിച്ചത്. മുമ്പ് ഹൗസ് ഫെഡിൽ വർക്ക് ചെയ്തിരുന്നു. പിന്നെ മുമ്പ് അവർ KCS ആക്ട് റൂൾസ് MOP മറ്റേതെല്ലാം കൂടി കൂടുതൽ പ്രാക്ടീസിൽ കൂടുതൽ പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. സാർ, എൻ്റെ പേര് ജൂഡ്. എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ HDC പാസ് ചെയ്തതാണ്. ഒരു 3 വർഷം കാസർഗോഡ് കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ മത്സ്യഫെഡിൽ ഇപ്പോൾ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ ഹെഡ് ഓഫീസിൽ തന്നെ. ആദ്യമായിട്ടാണ് ICMന്റെ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ് പ്രതീക്ഷിക്കും. നമസ്കാരം, എൻ്റെ പേര് റിയാബിയാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്പുറയിൽ പറവൂരിൽ വന്നിരുന്ന. ഞാൻ BFSC ചെയ്തത് കുഫോസിൽ നിന്നാണ്. കഴിഞ്ഞ് മാസ്റ്റേഴ്സ് അക്വാട്ടിക് ആനിമൽ ഹെൽത്ത് മാനേജ്മെൻറ്റിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് എഡ്യൂക്കേഷൻ മുംബൈയിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ഇപ്പം ഞാൻ ICARന്റെ കീഴിൽ കോസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ വരുന്ന PhD ചെയ്യുന്നതിന് മുന്നേ ഞാൻ കുറച്ചാൾ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ടെക്നോളജി മാനേജറായിട്ട്. ഇതൊരു നല്ലൊരു ക്ലാസ് ആയിരിക്കും. എനിക്ക് കേസ് അറിവുകളും മറ്റു കാര്യങ്ങളും ഒന്നും ഒരു ധാരണയില്ല. ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. താങ്ക് യു. എൻ്റെ പേര് മനു. ഞാൻ ബികോം കോർപ്പറേഷനാണ് പഠിച്ചത്. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്ന് വരുന്നു. 2 വർഷം ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ കോട്ടയത്ത് വർക്ക് ചെയ്തിരുന്നു. ഇപ്പം മത്സ്യഫെഡിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് നെറ്റ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് JB. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നത്. ഞാൻ ബികോം കോർപ്പറേഷനായിരുന്നു പഠിച്ചത്. ഇപ്പോൾ തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യും. ഹലോ, എൻ്റെ പേര് രാജേശ്വരി. ഞാൻ വെളുക്കുമ്പുഴയിൽ നിന്നാണ് വരുന്നത്. ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ് പഠിച്ചത്. പിന്നെ 8 വർഷം ആകാൻ പോകുന്നു മത്സ്യഫെഡിൽ വന്നിട്ട്. പിന്നെ JDC പഠിക്കാനുള്ളൊരു സാഹചര്യം കിട്ടിയായിരുന്നു. പിന്നെ ഈ 3 ദിവസം ഈ പഠിക്കാനുള്ള സാഹചര്യം മത്സ്യഫെഡിൽ കൂടിയാണ് കിട്ടിയത്. പിന്നെ അങ്ങനെ കോർപ്പറേഷൻ
പഠിച്ചു. പിന്നെ ഈ 3 ദിവസത്തെ ട്രെയിനിങ് മുഖേന എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് അവസരം തന്ന സാറിന് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പേര് ഐശ്വര്യ. ഞാൻ കൊല്ലം ചവറയിൽ നിന്നു. ഞാൻ ബികോം കോർപ്പറേഷൻ കഴിഞ്ഞു, പിന്നെ എംകോം ഫിനാൻസ് ചെയ്തു. ഇത് എൻ്റെ ഫസ്റ്റ് ജോബാണ്. ഞാൻ ഫസ്റ്റ് ക്ലിയർ ചെയ്യുന്ന PSC എക്സാമാണ്. ഞാൻ ഇപ്പോൾ ഹെഡ് ഓഫീസിൽ വർക്ക് ചെയ്യാണ്, ജൂനിയർ അസിസ്റ്റൻ്റ് ആണ്. ഇതിലൂടെ എനിക്ക് MOP KSRMസിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ കോർപ്പറേഷൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ടും നമുക്ക് കൂടുതൽ KSRMസും MOPയെ പറ്റി പഠിക്കാൻ സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പേര് മഹേഷ് കുമാർ. ഞാൻ കൊല്ലം ചവറയിൽ നിന്നാണ് വരുന്നത്. മത്സ്യബന്ധത്തിൽ 1.5 വർഷമായിട്ട് ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാണ്. നിലവിൽ മത്സ്യബന്ധത്തിൽ ജൂനിയർ അസിസ്റ്റൻ്റ് KSR MOP കുറിച്ചുള്ള ഒരു ട്രെയിനിങ് വളരെ അത്യന്താവശ്യമായിട്ട് വേണ്ട ഒരു സാധനം തന്നെയാണ്. അതുകൊണ്ട് അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു. വർക്ക് ചെയ്യുന്നു. പിന്നെ ഞാനിപ്പോൾ JDC പഠിച്ചതുകൊണ്ട് മാത്രം ഇവിടെ വരാനൊരു സാഹചര്യം ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാനായിട്ടൊരു അവസരം. നമസ്കാരം സർ. എൻ്റെ പേര് ശുഭ. ഞാൻ കോട്ടയം ജില്ലാ ഓഫീസിൽ സൂപ്രണ്ടായിട്ട് വർക്ക് ചെയ്യുന്നു. 2014 മത്സ്യബന്ധത്തിൽ ജോയിൻ ചെയ്തതാണ്. ബികോം കോർപ്പറേഷനാണ് ചെയ്തത്. MCOM ഉണ്ട്. തുടക്കത്തിൽ കയറിയപ്പോൾ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്. അത് ജോലിയിൽ കൂടുതൽ സഹായം ചെയ്യുന്നതാണ്. ഇതിനകത്ത്